Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ഫോട്ടോഷോപ്പിലെ ന്യൂ ഫീച്ചറായ AI പവർഡ് റിഫ്ലക്ഷൻ റിമൂവൽ എന്ന ടൂളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫോട്ടോസ് എടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ് റിഫ്ലക്ഷൻസ്. എസ്പെഷ്യലി ഒരു ഗ്ലാസിന്റെ പുറത്തു നിന്നോ ഗ്ലാസുകൾ കൂടുതലുള്ളതുമായ ഏരിയകളിൽ വെച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ അൺവാണ്ടഡ് റിഫ്ലക്ഷൻസ് കാരണം നമ്മൾ ആ പിക്ചേഴ്സ് യൂസ് ചെയ്യാറില്ല. ഫോട്ടോഷോപ്പിൽ ഈ ഒരു ന്യൂ ഫീച്ചർ യൂസ് ചെയ്ത് അൺവാണ്ടഡ് റിഫ്ലക്ഷൻസിനെ വളരെ ക്വിക്കായി നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പിലെ AI പവർഡ് ഫീച്ചറായ റിഫ്ലക്ഷൻ റിമൂവൽ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം, ഫോട്ടോഷോപ്പിൽ ഈ ഫീച്ചർ എങ്ങനെ എനേബിൾ ചെയ്യാം തുടങ്ങിയതെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആദ്യമായാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്റീരിയർ എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഗ്ലാസിന് പുറത്തു നിന്ന് എടുത്ത ഒരു ഇമേജ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഇമേജിലുള്ള റിഫ്ലക്ഷൻസ് ആണ് റിഫ്ലക്ഷൻ റിമൂവൽ ടൂൾ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ക്യാമറ റോ ഫിൽറ്ററിലാണ് ഈ ഒരു ന്യൂ ഫീച്ചർ ആഡ് ആയിരിക്കുന്നത്. ഫിൽറ്ററിൽ നിന്നും ക്യാമറ റോ ഫിൽറ്റർ സെലക്ട് ചെയ്തോ ഇതിന്റെ ഷോർട്ട് കീ ആയ ഷിഫ്റ്റ് കൺട്രോൾ A പ്രസ് ചെയ്തോ ക്യാമറ റോ ഫിൽറ്റർ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ക്യാമറ റോ ഫിൽറ്ററിന്റെ പാനലിൽ റിമൂവ് എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. കീബോർഡിൽ B പ്രസ് ചെയ്തോ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ റിമൂവ് എന്ന ഈ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ താഴെ ഡിസ്ട്രാക്ഷൻ റിമൂവൽ എന്ന ഈ ഒരു കാറ്റഗറിയിൽ റിഫ്ലക്ഷൻസ് എന്ന ഈ ഒരു ന്യൂ ഫീച്ചർ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്വാളിറ്റി എന്ന ഈ ഒരു സെക്ഷനിൽ പ്രിവ്യൂ, സ്റ്റാൻഡേർഡ്, ബെസ്റ്റ് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ ബെസ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി അപ്ലൈ എന്ന ഈ ഒരു ടിക്ക് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ റിഫ്ലക്ഷൻസ് റിമൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. എസ്റ്റിമേറ്റഡ് ടൈം 55 സെക്കൻഡ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഈ 55 സെക്കൻഡ്സിനുള്ളിൽ ഇതിലെ റിഫ്ലക്ഷൻസ് റിമൂവ് ആകുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇമേജിലെ അൺവാണ്ടഡ് റിഫ്ലക്ഷൻസ് ഇവിടെ റിമൂവ് ആയിരിക്കുകയാണ്. ഫോട്ടോഷോപ്പിലെ ഈ ഒരു റിമൂവൽ ടൂൾ യൂസ് ചെയ്ത് വളരെ ഈസിയായി ഈ റിഫ്ലക്ഷൻസിനെ നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ വിസിബിലിറ്റി ഐക്കൺ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്കിവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഈ ഇമേജിലെ അൺവാണ്ടഡ് റിഫ്ലക്ഷൻസിനെ വളരെ ക്വിക്കായി നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ റിമൂവ് ചെയ്ത റിഫ്ലക്ഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇമേജിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സ്ലൈഡിംഗ് ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷനിൽ ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്ത് നമ്മൾ ഇമേജിൽ നമ്മൾ റിമൂവ് ചെയ്ത റിഫ്ലക്ഷൻസിനെ ചെറിയ രീതിയിൽ ആഡ് ചെയ്യണമെങ്കിലും സ്ലൈഡ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ലൈഡറിൽ ലെഫ്റ്റിലേക്ക് ഞാൻ മുഴുവനായി സ്ലൈഡ് ചെയ്തപ്പോൾ നമ്മൾ ഇതിൽ റിഫ്ലക്ഷൻ മാത്രമായിട്ടാണ് ഇവിടെ കാണുന്നത്. റിഫ്ലക്ഷൻസിനെ റിമൂവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത ശേഷം ഓക്കെ എന്ന ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് ഇത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇവിടെ വളരെ ക്ലീൻ ആയ ഈ ഒരു ഇമേജ് നമുക്കിവിടെ കാണാവുന്നതാണ്. അടുത്തതായി വളരെ കോംപ്ലിക്കേറ്റഡ് ആയ റിഫ്ലക്ഷൻസോട് കൂടിയ ഒരു ഇമേജ് ആണ് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഈ ഒരു റിഫ്ലക്ഷൻ ഫോട്ടോഷോപ്പിലെ റിഫ്ലക്ഷൻ റിമൂവൽ എന്ന ഈ ഒരു ഫീച്ചർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ റിഫ്ലക്ഷൻ റിമൂവിങ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഇമേജിലുണ്ടായിരുന്ന റിഫ്ലക്ഷൻസ് ഇവിടെ മുഴുവനായി റിമൂവ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വിസിബിലിറ്റി ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇതുപോലെ ചെക്ക് ചെയ്യാം. ഇത്രയും അധികം ഉണ്ടായിരുന്ന റിഫ്ലക്ഷൻസ് മുഴുവനായി ഇതുപോലെ ഇതിൽ റിമൂവ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഇമേജിൽ ചെറിയ തോതിൽ റിഫ്ലക്ഷൻസിന് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതുപോലെ സ്ലൈഡ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്.
ഇതുപോലെ നമ്മൾ എടുക്കുന്ന പിക്ചേഴ്സിൽ അൺവാണ്ടഡ് ആയി വരുന്ന റിഫ്ലക്ഷൻസിനെ വളരെ ഈസിയായി നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇനി ഫോട്ടോഷോപ്പിൽ റിഫ്ലക്ഷൻ റിമൂവൽ എന്ന ഈ ഒരു ഫീച്ചർ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ ജനറൽ, പെർഫോമൻസ്, ടെക്നോളജി പ്രിവ്യൂ എന്നിങ്ങനെ 3 സെക്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ ടെക്നോളജി പ്രിവ്യൂസ് എന്ന ഈ ഒരു സെക്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ കാണുന്ന ന്യൂ AI ഫീച്ചർ ആൻഡ് സെറ്റിംഗ്സ് പാനൽ എന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഈ ഒരു ന്യൂ AI ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് ഈ ഒരു ടിക്ക് ഓൺ ചെയ്യാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇനി ഈ ഒരു ഫീച്ചർ റിമൂവ് എന്ന ഈ ഒരു പാനലിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഫോട്ടോഷോപ്പ് ക്ലോസ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ചെയ്ത് ഡിസ്ട്രാക്ഷൻ റിമൂവൽ എന്ന ഈ ഒരു സെക്ഷനിൽ ഫോട്ടോഷോപ്പിലെ റിഫ്ലക്ഷൻ റിമൂവൽ എന്ന ഈ ഒരു ന്യൂ ഫീച്ചർ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എടുക്കുന്ന ഫോട്ടോസുകളിൽ ഉണ്ടാകുന്ന അൺവാണ്ടഡ് റിഫ്ലക്ഷൻസിനെ വളരെ ഈസിയായി റിമൂവ് ചെയ്യാനായി റിഫ്ലക്ഷൻ റിമൂവൽ എന്ന ഫോട്ടോഷോപ്പിന്റെ ഈ ഒരു ന്യൂ ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.